ഉണ്ണി നീയല്ലേ ജെയിംസിനെ ആദ്യം അടിച്ചത്? അതെ. എന്തിനടിച്ചു? എന്റെ സഹോദരിയോട് അയാൾ മര്യാദയോടായി പെരുമാറിയതുകൊണ്ട്. ഇന്നെന്താ നടന്നത്? അയാൾ എന്നെ വെടിവെച്ചു. അതിനെന്താ തെളിവ്? എന്റെ സഹോദരി കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു സാർ. നിന്റെ സഹോദരി നിനക്ക് വേണ്ടിയല്ലേ പറയൂ? വേറെ ആരുമില്ലായിരുന്നു അവിടെ? ചോദിച്ചത് കേട്ടില്ലേ? രാധയുണ്ടായിരുന്നു. രാധ നിന്റെ ആരാ? എന്റെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. ഓഹോ, അപ്പോ പെണ്ണുവഴക്കാണ് ഇതിന് കാരണം? അതൊന്നും അല്ല യമാനെ, പണത്തിന്റെ അഹങ്കാരമാണ്. ഞങ്ങൾ പാവങ്ങളാണ്, അവർക്കൊക്കെ എന്തും ആകാമല്ലോ. ഓ, നിന്റെ പ്രസംഗമൊന്നും വേണ്ട. ഇവനെ ലോക്കപ്പ് ചെയ്യൂ. കൊല ചെയ്തത് മുന്നിയാണ്. ഈ കേസുമായി എന്റെ മകന് യാതൊരു ബന്ധവുമില്ല. ഉണ്ട്. നിങ്ങളുടെ മകനും മുന്നിയും തമ്മിലുണ്ടായ ഒരു വഴക്കല്ലേ ഈ സംഭവത്തിന് കാരണം? അതുകൊണ്ട് എനിക്ക് ജെയിംസിനെ ചോദ്യം ചെയ്യണം. ജെയിംസ് ഇവിടെ ഇല്ല, കോളേജിൽ പോയിരിക്കുക. എന്നാൽ അയാളെ ഉടനെ വരുത്തണം. പഠിക്കാൻ പോയിരിക്കുന്ന ചെറുക്കനെ ഇക്കാര്യത്തിന് വേണ്ടി എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അയാൾക്ക് ഈ കേസുമായി ബന്ധമുള്ളതുകൊണ്ട്. അവൻ നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. പിന്നെ ഒന്നിങ്ങോട്ട് വന്നേ. എന്താടി? സർക്കിൾ ഇൻസ്പെക്ടറെ ഇങ്ങോട്ട് വിളിച്ച് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്കാൻ നോക്ക്. ചെറുക്കന്റെ ഭാവി പോകുന്ന കാര്യമാ. എല്ലാം നിന്റെ നിയന്ത്രണക്കുറവുകൊണ്ടാ. എന്തെങ്കിലും കാര്യത്തിന് ഞാൻ അവനെ വഴക്ക് പറഞ്ഞാൽ നീ അവനെ ന്യായീകരിക്കലേ ചെയ്യാറുള്ളത്. ഇപ്പോഴാണോ ഇതൊക്കെ പറയാൻ കണ്ട നേരം? അവരെ ഒന്ന് പറഞ്ഞയക്കാൻ നോക്ക്. ശരി. സാർ, ഒന്നിങ്ങോട്ട് വന്നാട്ടെ. ശശി, കേസ് ഇപ്പൊ സബൂറാവും. അതെങ്ങനെയാണ്? മറ്റവൻ ഇടപെടുകൂടാ. ആര്? സർക്കിൾ അദ്ദേഹം തിരിച്ചു വരുമ്പോ പോക്കറ്റ് മുഴച്ചിരിക്കുന്നത് നീ കണ്ടോ? സർക്കിൾ അദ്ദേഹം അതിലൊന്നും വീഴില്ല. പിന്നെയാണോ സർക്കിളേ? ക്ഷമിക്കണം മിസ്റ്റർ മാത്തച്ഛൻ, ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. കൈക്കൂലി കൊണ്ട് കേസ് ഒതുക്കി കളയാമെന്ന് വിചാരിച്ചാൽ ഈ നാട്ടിൽ നീതി ഒരിക്കലും നടക്കില്ല. നിങ്ങളുടെ മകൻ കുറ്റക്കാരനല്ലെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം? ഫോൺ ചെയ്ത് അവനെ ഉടനെ വരുത്തൂ. എനിക്ക് അവനെ ചോദ്യം ചെയ്യണം. ശരി സാർ. മാത്തച്ഛന്റെ മകനെ നാളെ ഹാജരാക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വാസുവിനോട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടില്ലേ? യെസ് സർ. നമുക്ക് അവനെ ചോദ്യം ചെയ്യാം. വരൂ. ഞങ്ങൾക്കൊരു ആൺതുണയായി അവൻ മാത്രമേ ഉള്ളൂ. അറിവില്ലായ്മ കൊണ്ട് അവനൊരു അബദ്ധം പറ്റിപ്പോയതാ. മുതലാളി എന്റെ മോനെ രക്ഷിക്കണം. നോക്കട്ടെ. മാലയുടെ വരൂ. എന്താ മുതലാളി? ചോദ്യം ചെയ്യാനായി പോലീസുകാർ വിളിപ്പിക്കും. ജെയിംസിനെതിരായി നീ ഒന്നും പറയരുത്. അത് എന്താ? ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം മുതലാളിയാ. മുതലാളി പറയുന്നത് പോലെ ചെയ്തോളാവേ. മുതലാളി, അണ്ണൻ എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് എന്റെ പേടി. ഒരു കുഴപ്പവും വരത്തില്ല. അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ആദ്യം എന്നെ ആ ചോദ്യം ചെയ്തു. സർക്കിൾ അധികം പഠിച്ച പണി 18 നോക്കി കൊച്ചു മുതലാളിക്കെതിരായി എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാം. തല്ലി കൊന്നാലും ശരി, എന്റെ ഒന്നും കിട്ടിയാലും അദ്ദേഹത്തിന് മനസ്സിലായി. നിങ്ങളുടെ പെങ്ങള് എന്റെ കുഞ്ഞിനെതിരായിട്ട് എന്തെങ്കിലും പറയുമെന്നാ എന്റെ പേടി. ആരെന്ത് പറഞ്ഞാലും ശരി, കൊച്ചു മുതലാളിക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഞാൻ PP സാറിനെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇപ്പൊ ഇങ്ങോട്ട് വരും. ആരെ PP സാറ്? അയ്യോ, അറിയത്തില്ലേ? PP എന്ന് പറഞ്ഞ പരിഹാരം പത്രോസ്. ഈ മൂന്നാറിലെ ഏറ്റവും വലിയ യൂണിയൻ നേതാവാ. നമസ്കാരം. ഇതാ PP സാർ. സാറിന്റെ കാര്യം ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. പ്രശ്നങ്ങൾ ഏതുവരെയായി? ജെയിംസിനെ കൊണ്ട് അവന്റെ അപ്പം സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. ഓ, പേടിക്കാനൊന്നുമില്ല. സർക്കിള് നമ്മുടെ കൊച്ചന, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. പിന്നെ അതിനിച്ചിരി ചെലവ് വരും. അദ്ദേഹം കൈക്കൂലി വാങ്ങുന്ന ആളല്ലല്ലോ. ആര് പറഞ്ഞു? കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ മേടിച്ചോളും. ആട്ടെ, എന്ത് കൊടുക്കേണ്ടി വരും? എല്ലാം കൂടെ ഒരു 10,000 രൂപ വേണ്ടി വരും.
അത്രേ ഉള്ളൂ, അത് ഞാൻ തരാം. ഒരാളിയോട് കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ കൊച്ചമ്മേ. മുതലാളിയോട് പറഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല വാസു. പി സാറേ, രൂപ ഞാൻ തരാം. നീയും ജെയിംസും തമ്മിൽ പരിചയപ്പെട്ടിട്ട് എത്ര നാളായി? 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണോ? അല്ലേ? പിന്നെന്തിനാ അയാൾ നിന്റെ കൈക്കേറി പിടിച്ചത്? എനിക്ക് അറിഞ്ഞൂടായേ. മാത്തച്ഛനെ മകനെ വിളിക്കൂ. മാത്തച്ഛനോട് ഇരിക്കട്ടെ, ജെയിംസിനെ മാത്രം വിളിച്ചാൽ മതി. ശരി, നടന്നു എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞോണം. മിസ്റ്റർ ജെയിംസ്, ഈ പെണ്ണിനെ നിങ്ങൾ അറിയുമോ? തോട്ടത്തിൽ വെച്ച് ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. എടീ, ജെയിംസിനെ മുന്നിൽ തരുന്നത് നീ കണ്ടോ? കണ്ടോന്ന്? കണ്ടു. എന്തിനാ ജെയിംസിനെ തല്ലി? എന്റെ തത്തയെ പിടിച്ചതിന്. തത്തയെ പിടിച്ചതിന് മാത്രമാണോ തല്ലിയത്? പിന്നെ എന്നോട് അനാവശ്യം പറഞ്ഞു. ഇവൾ പറഞ്ഞത് ശരിയാണോ? കള്ളമ പറഞ്ഞത്? എടീ, അടികൊണ്ട് വീണ ജെയിംസിന്റെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങി മുന്നിയാളെ വെടിവെക്കുന്നു നീ കണ്ടില്ലേ? കൊച്ചു മുതലാളി ആദ്യം വെടിവെച്ചത്. Is it correct? Tell me. Yes, sir. ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പച്ചനോട് വരാൻ പറയും. നിന്റെ അച്ഛനും മുതലാളിയും കൂടെ മുന്നിക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി സർവ്വ കെട്ടുകളും കിട്ടുന്നു. പക്ഷെ അവനെ ജാമ്യത്തിൽ ഇറക്കിയില്ലെങ്കിൽ സംഗതി കൊഴി. യൂണിയൻകാർ ഇടപെട്ടാൽ മുന്നേറ്റനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റില്ലേ? വല്ല അടിപിടി കേസായിരുന്നെങ്കിൽ കയ്യോടെ അവരെ പൊക്കിക്കൊണ്ട് വരായിരുന്നു. ഇത് കൊലക്കേസല്ലയോ? പിന്നിപ്പോ എന്ത് ചെയ്യും? ഇവിടുത്തെ മജിസ്ട്രേറ്റ് എനിക്ക് പരിചയമുള്ളയാളാ. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ വിചാരിച്ചാലേ വല്ലതും നടക്കും. എന്നാ ഞാനൊന്ന് പോയി കണ്ട് സങ്കടം പറയാൻ ചേട്ടാ. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. പിന്നെ അവർക്ക് കാശ് കൊടുക്കണം. നിനക്ക് എങ്ങനെയെങ്കിലും 1000 രൂപ സംഘടിപ്പിക്കാമോ? നാളെ രാവിലെ മുന്നേ ഞാൻ ജാമ്യത്തിലിറങ്ങാം. ആരും അറിയണ്ട, ഇത് വിറ്റ് കാര്യം നടത്തിയാട്ടെ. പ്രശ്നം ഇപ്പൊ തന്നെ പരിഹരിച്ചോണ്ട് വരാം. ഇത് എവിടുന്ന ഇത്രയും രൂപ? മുഞ്ഞി കുത്തിക്കൊന്ന പാപ്പന്റെ കുടുംബത്തിന് വേണ്ടി ഒരു ക്ഷേമനിധി പിരിക്കത്തുണ്ട്. അതാ ആ പണം നേതാവ് കുടിക്കാൻ ചെലവാക്കിയാലോ? എടി, ഈ പിരിവെന്നൊക്കെ പറഞ്ഞ കുറെ അധ്വാനമുള്ള പണിയാ. അതിനുള്ള വട്ടച്ചെലവ് കയ്യിൽ നിന്ന് എടുക്കാൻ ഒക്കുവോ? ഏതാറിയ കഥയിൽ നിന്ന് തട്ടുന്നത്? ഇന്ന് 1-ാം തീയതിയാ, വിൽപ്പനയില്ല. ഞാനായി. അയ്യോ,